ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എല്ലാവർക്കും കിട്ടിയിട്ടാ. അപ്പൊ ഇന്ന് നമുക്ക് ഒരു കടലി ഉരുളക്കിഴങ്ങും കൂടി ഒരു കറി വെക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ആദ്യം ഒന്ന് പറയാം. ഇത് കണ്ടില്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, സബോള, തക്കാളി, മുളക്, മല്ലി, കുറച്ച് നാളികേരം, മല്ലിയില, ഇതൊക്കെ ഒന്ന് ചൂടാക്കുക. ഒരുപാട് ഇങ്ങനെ ചുവക്കര വറക്കൊന്നും വേണ്ട. ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ മാറ്റിയെടുത്താൽ മതി. അതായത് ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആക്കാണ്ട് ഒന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് അരക്കുക. എന്തൊക്കെ കണ്ടില്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, സബോള, തക്കാളി, മുളക്, മല്ലി, കുറച്ച് നാളികേരം, മല്ലിയില, മഞ്ഞൾ കൂട്ടണം. അപ്പം ഞാനിത് അരച്ചു വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. അപ്പോൾ ആൾറെഡി ഞാൻ അരച്ചു വെച്ചു, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതോടെ വെച്ചത്. ഓക്കെ. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ കുറച്ച് ചെറിയ ഉള്ളി, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് പെരിഞ്ജീരകം, മല്ലിയില, പച്ചമുളക്. പിന്നെ ഉരുളക്കിഴങ്ങ് അറിയാലോ, ഉരുളക്കിഴങ്ങും കടലയും. ഉരുളക്കിഴങ്ങ് എനിക്കറിയാം. എനിക്കറിയാലോ, അവർക്കറിയില്ല, പാവം, നിനക്ക് മാത്രമേ അറിയാലോ ചോദിച്ചത് പറഞ്ഞ. നിനക്ക് മാത്രം ഉരുളക്കിഴങ്ങ് എന്താണെന്ന് അറിയാലേ. അല്ല, ഉരുളക്കിഴങ്ങ് അറിയാലോ ചോദിച്ചപ്പോ പിന്നെ അറിയാണ്ടിരിക്കോ? അയ്യോ, അതിന് ചിരിച്ചു. ഈ അമ്മക്ക് എന്തിനാ ചിരിക്കേണ്ടത് പിടിയില്ലല്ലോ ഭഗവാൻ. ഇപ്പൊ അമ്മയുടെ ഇതേ പഴയ ചട്ടിയിലേക്ക് അമ്മടെ മാത്രം അവകാശപ്പെടുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ. ഞാൻ ഇപ്പൊ ഒന്നും പറയാനില്ല, അതുകൊണ്ട് നീ മിണ്ടരുത്. പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പൊ എണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ നമ്മുടെ എന്തും വെളിച്ചെണ്ണയാണല്ലോ. ചട്ടിക്ക് ചുറ്റിച്ചോടാ. കണ്ണു വീഴാതിരിക്കാനോ? അല്ല അല്ല, അങ്ങനെ ചെയ്യുന്ന എനിക്ക് അങ്ങനെ ഒരു ശീലമാണ്. അങ്ങനെയൊക്കെ ഒരു ശീലം ഉണ്ട് അമ്മയ്ക്ക്. അമ്മയ്ക്ക് എന്തൊക്കെ ശീലങ്ങളുണ്ടാണോ? ഇങ്ങനെ ഒരു ശീലമുണ്ട്. അത് ഉപദ്രവം എന്ന് പറയുന്ന ശീലമാണ് കേട്ടോ. ആ ശീലം നല്ല ശീലമല്ല. അതെന്താ അറിയോ, വെറുതെ നിൽക്കണ ആളിനെ ചട്ടം കൊണ്ട് അടിക്കണത് അത്ര നല്ല ശീലമായിട്ട്. കൊള്ളാൻ ഒരാളിലൊപ്പം എന്താ ഒരു സന്തോഷം. അതമാ അല്ലമാ, നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു പട്ട, കുറച്ച് പെരുംജീരകം, ഒരുപാടൊന്നും വേണ്ട, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അമ്മ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അമ്മനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. കാരണം നിങ്ങളാണല്ലോ ഞങ്ങളുടെ അവകാശികള്. അപ്പൊ നിങ്ങൾ തല്ല കൊല്ല ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇത്രത്തോളം വേണ്ട പോനെ. നീ അത്ര ഇങ്ങോട്ട് സാധുവാണ്ട, ആവശ്യത്തിനായാൽ മതി കേട്ടോ. ആൾക്കാർ വിശ്വസിക്കുന്ന പോലത്തെ പറഞ്ഞാൽ മതി. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് നീ മെനക്കെടണമെന്നില്ല. അതാരും വിശ്വസിക്കില്ല. അങ്ങനെ തല്ല് മാത്രം കൊണ്ട് മുണ്ടാട് നിൽക്കുന്നതായിട്ട് പൊന്നാര മോനാണ് നീന്ന് അവർക്കും തോന്നുന്നില്ല. അതന്നെ, ഇതൊക്കെ തന്നെ അമ്മ പറയാൻ പോണത്. എന്തിനാണ് അമ്മയുടെ എനർജി വേസ്റ്റ് ആവാണ് പറഞ്ഞിട്ടാണ്. അല്ലല്ല, അമ്മയുടെ എനർജി ഇത് പറഞ്ഞ് വേസ്റ്റ് ചെയ്യണ്ട എന്ന് കരുതി ഞാൻ പറയണം. മനസ്സിലായില്ലേ? പിന്നെ അല്ല പിന്നെ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നിറം വരട്ടെ. ബ്രൗൺ ഒന്നും ആവണ്ട. എന്നാലും അമ്മ മരത്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരത്തിനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ലേ? മരത്തിനെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയൊക്കെ മരല്ലേ. ഇപ്പൊ ഒരു മാവിന്റെ മരം കരുതിക്കോളും. ഈ മരവും ഒരു വീടും തമ്മിൽ എന്താ ബന്ധം എന്നറിയാം നമുക്ക്? എന്തായിരിക്കും ബന്ധം? ആലോചിച്ച് നോക്ക്. മരം ഒരു കുടുംബം തമ്മിൽ ഒരു ബന്ധമുണ്ട്. മരത്തിന് കുറേ ചില്ലകളുണ്ട്. അതിൽ പിന്നെ മരം അതന്നെ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ബുദ്ധി ഉണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. പൂവുണ്ട്, കായുണ്ട്, അതിന് മുകളിൽ കാക്കയുണ്ട്, പറയും. ഇതാണപ്പോ അമ്മ കണ്ടുപിടിച്ചത്? എന്റെ പാവി അമ്മ. ഞാൻ പറയാ അമ്മ, ഇപ്പൊ ഒരു മരം അമ്മ കണ്ടിട്ടില്ലേ? ആ മരത്തേക്ക് നോക്കുമ്പോ അതിന്റെ കൊമ്പുകളൊക്കെ കണ്ടിട്ടില്ലേ? ഓരോ കൊമ്പുകൾ ഓരോ ഡയറക്ഷനിൽ പോയിണ്ടാവും. ഒന്ന് ലെഫ്റ്റ് ആണെങ്കിൽ ഒന്ന് റൈറ്റ് ആണെങ്കിൽ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് പോയിണ്ടാവും അല്ലേ? ഈ കൊമ്പുകളിനൊക്കെ താങ്ങി നിർത്തുന്നത് ഒരു വേരാണ്.
ആ വേരിൻ്റെ ഒരൊറ്റ പ്രയത്നം കൊണ്ടാണ് ഇത്രയും കൊമ്പകടയിലുണ്ടായത്. ആണോ അല്ലേ? അതേപോലെയാണ് ഈ അച്ഛനും അമ്മയെന്നൊക്കെ പറയണത് ഒരു വേരാണെങ്കിൽ അതൊന്ന് വളർന്ന് വലുതായ കൊമ്പകളാണ്. ഇതൊന്നും ഒരു ഡയറക്ഷനിൽ ഒരിക്കലും പോയില്ല, പലതും പല ഡയറക്ഷനിൽ. ഒന്ന് ഇടത്തോട്ട് വളഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വലത്തോട്ടായിരിക്കും, ഒന്ന് നേരെ ആകാശമുട്ടോടെ പോയിട്ടുണ്ടാവും. ഏതിലാണ് കായ ഉണ്ടാവുക, ഏതിലാണ് വെറും പൂവുണ്ടാവുക, കായ്ക്കാത്ത പൂവുകളുണ്ടാവുക, ഇതൊന്നും വേരിന് അറിയില്ല. പക്ഷേ ഈ വേരാണെങ്കിലോ, നമ്മളൊക്കെ മരത്തിനെ നോക്കുമ്പോൾ മരത്തിൻ്റെ സൗന്ദര്യം നോക്കും, മരം നൽകുന്ന തണലിനെ പറ്റി പറയും, മരത്തിൻ്റെ കായിനെ പറ്റി പറയും. മരത്തിനുണ്ടാവുന്ന പഴവർഗ്ഗങ്ങൾ ഞാൻ ഉദ്ദേശിച്ച കായ് എന്ന് പറയുന്നത് അതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് ഈ മരത്തിൻ്റെ തണൽ? എന്ത് സുഖമാണ് ഇതിൻ്റെ ചുവട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ എന്ത് രസമാണ് ഇതിൻ്റെ, എന്ത് രുചിയാണ് ഇതിൻ്റെ പഴത്തെ കഴിക്കാമെന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ അടിയിൽ കിടന്ന ബുദ്ധിമുട്ടായ വേരുണ്ടല്ലോ, എന്തോളം ഡീപ്നെസ്സിലേക്ക് പോയിട്ട് ഈ മരത്തിന് വേണ്ട സത്തുകളെല്ലാം വലിച്ചു കൂട്ടി ഈ ചെടിയെ മരമാക്കി മാറ്റിയായിരുന്നു പലരും മറന്നു പോകും. ആരെങ്കിലും ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് എപ്പോഴെങ്കിലും പറയാറുണ്ടോ ഈ ഒരു വേര് പാവം എന്തോരം ബുദ്ധിമുട്ടിലായിരിക്കും ഇത്രയും വലിയൊരു മരം ഉണ്ടായതെന്ന്? ഇപ്പം മനസ്സിലായോ കുടുംബവും മരം തമ്മിലുള്ള ബന്ധം? കുടുംബം എന്ന് പറയുന്നത് മക്കള്, മരുമക്കള്, പേരക്കുട്ടികളും ഒക്കെ കൂടിയ പോലെയാണ് മരത്തിൽ പുതുതായിട്ട് വരുന്നതും പഴയതുണ്ടായതും കൊമ്പുകളും. മനസ്സിലായില്ലേ? ആ കൊമ്പുകളൊക്കെ മക്കളായിട്ടും മരുമക്കളായിട്ടും പേരക്കുട്ടികളായിട്ടും കൂട്ടാം. ഈ വേരുകൾ എന്നും അവിടെ താങ്ങി നിർത്തുന്ന വേരുണ്ടല്ലോ, അതാണ് മാതാപിതാക്കൾ. മനസ്സിലായില്ലേ? അവർ ഇല്ലാത്ത ഇടം കണ്ട് ഇല്ലാത്തതും കൊണ്ട് ഇപ്പോൾ ഒരു മരം നിൽക്കേണ്ടത് വിചാരിച്ചോളൂ, അതിൻ്റെ ചോട്ടിൽ തന്നെ എല്ലാം കിട്ടിക്കൊള്ളണമെന്നുണ്ടോ? ഒരു റോസാ ചെടി ഉണ്ടെങ്കിൽ സൗന്ദര്യത്തിന് വേണ്ടി നമ്മൾ വെള്ളം ഒഴിച്ച് അതിനെ വലുതാക്കി. എങ്ങനെയാണ് ഈ കാട്ടിലും വീട്ടിലൊക്കെ നിൽക്കുന്ന മരങ്ങളൊക്കെ? ആ വേരുകൾ അന്വേഷിച്ചു പോവല്ലേ? ആണോ? എപ്പോഴെങ്കിലും അമ്മ നല്ലത് എന്നെ പറ്റി പറയാറില്ല. എന്നിട്ട് അമ്മയൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, ഈ വേരിലാണോ എൻ്റെ അമ്മേ കായ ഉണ്ടാവണത്? വേരിലാണോ പൂ ഉണ്ടാവണത്? അപ്പോൾ എവിടെ അതൊക്കെ ഉണ്ടാവണത്? ആ കൊമ്പകളിലല്ലേ. അപ്പോൾ ആ കൊമ്പകളിൽ പൂവും ഇലയും കായൊക്കെ ഉണ്ടാവാൻ വേണ്ടിയുള്ള പ്രയത്നമാണ് വേര് നൽകണത്. അപ്പോൾ വേരൊരിക്കലും എനിക്കിതിന് കൂലി വേണമെന്ന് പറഞ്ഞിട്ടില്ല. അരപ്പിൻ്റെ വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്തു. ഇതിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്കിത് വേഗം വരെ ആക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ കറിയാണ്, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ആവട്ടെ. ഓക്കെ, ഒന്ന് അടച്ചു വയ്ക്കും. അപ്പോൾ ഈ വേരൊരിക്കലും അവകാശപ്പെട്ട് ഒരു ഫോൺ വന്ന് കട്ടായി. എന്നാലും ഈ വേര്, ഞാൻ എന്താ പറഞ്ഞ, വേരൊരിക്കലും എനിക്കതിൽ കായ വേണമെന്നോ പൂ വേണമെന്നോ ഇല ഉണ്ടാവണമെന്നൊന്നും അവകാശപ്പെട്ടില്ല. പക്ഷെ വേരിനൊരു കടമയിട്ട് എന്തറിയോ, ഈ ഒരു ചെടി മരമായി മാറണം, അതിനു വേണ്ടി ഞാൻ പ്രയത്നിക്കണം എന്നൊരു എന്താ പറയുക, ഒരു കടമയാണ് വേരിൻ്റെ അല്ലേ. ആ വേരാണ് നമ്മളെ സൃഷ്ടിച്ചവർ. ആ സുന്ദരമായി നിൽക്കുന്ന മരത്തിൻ്റെ ചില്ലകളാണ് നമ്മൾ മക്കളും നമ്മുടെ ഈ കുടുംബം എന്ന് പറയണൊക്കെ. ആണോ അല്ലേ? അപ്പോൾ ചിലത് ഒരുപാട് കായ്ക്കും, ചിലത് പൂക്കും കായ്ക്കില്ല, ചിലത് നേരെ പൂവും. അത് പെരക്ക് മുകളിൽ പോയി എന്ന് വന്ന് പലരും വെട്ടിക്കളയും ചെയ്യും. പക്ഷെ എന്തൊക്കെ ആയാലും ആ വേരല്ലാതെ ഒരേ പരം തന്നെയാണല്ലോ കൊടുക്കണത്. ഓരോന്നും ഓരോ ദശയിൽ പൂന്ന് മാത്രം. അതിനെ ആസ്പദമാക്കി ഒരു കഥ പറയാൻ പറ്റും. ഞാനൊരു അമ്മയുടെ കഥ പറയാം കേട്ടോ. ഒരു കുടുംബം, ഒരു കുടുംബം. അപ്പോൾ മകനും മരുമകളും പിന്നെ അങ്ങനെ ഉള്ള ഒരു കുടുംബം. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ മകൻ്റെ കുടുംബം, ഈ അവിടെ ഒരു അമ്മയുണ്ട്. അപ്പോൾ അതിനേക്കാൾ മുമ്പ് ഞാൻ പറയാം, അപ്പം അമ്മയില്ലേ, അപ്പം നിങ്ങൾക്കൊക്കെ അമ്മ ചെറുപ്പം തൊട്ടേ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്നത് കൂടുതലും അമ്മയാണ്. അച്ഛൻ പുറത്തു പോകും, വീട്ടിലേക്കുള്ള വരുമാനം കൊണ്ടുവരുന്നല്ലോ. അപ്പം ആൾക്ക് അതിനുള്ള സമയം ഉണ്ടാവില്ല അല്ലേ പൊതുവെ. അപ്പോൾ പൊതുവെ എല്ലാം നിങ്ങൾക്ക് ചെറുപ്പം തൊട്ട് നിങ്ങളുടെ നല്ല കാര്യങ്ങളാണെങ്കിലും ഇത് ചീത്തയാണ് മക്കളെ, ഇത് നല്ലതാണ് മക്കളെ എന്ന് പഠിപ്പിക്കുന്നത് ഒരമ്മയാണ്, ഉപദേശമാണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ അന്ന് നിങ്ങൾക്കത് ഇഷ്ടമാണ്. അമ്മ പറയുന്ന ഉപദേശം ഇഷ്ടമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കട്ടെ, എൻ്റെ അമ്മയോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറയും, മിക്കവരും പറയും. ഇനിയിപ്പോൾ എത്ര ഇതിരിക്കുന്ന മക്കളാണെങ്കിൽ അമ്മയോട് ചോദിച്ചിട്ട് പറയാട്ടോ, എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനത് ചെയ്യാം. അങ്ങനെ പറയുന്ന ഒരു പ്രായം നിങ്ങൾക്കുണ്ടാവും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സർവസ്വം നിങ്ങളുടെ അമ്മ തന്നെ ആയിരിക്കും.
എന്തു കാര്യങ്ങളും നിങ്ങൾ അമ്മയോട് ചോദിച്ചിട്ടേ ചെയ്യൂ. അമ്മയുടെ അഭിപ്രായം, അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളത് ചെയ്യില്ല. അങ്ങനെയൊക്കെ വളർന്നു വന്ന് നിങ്ങൾ വലുതായി, നിങ്ങൾ കല്യാണം കഴിച്ചു, കുടുംബമൊക്കെ ആയ സമയത്ത് ആ വീട്ടിലെ ഒരമ്മയുടെ കഥയാണ് ഇപ്പം ഞാൻ പറയുന്നത്. പിന്നീട് നിങ്ങൾക്ക് ആ പ്രാമുഖ്യത്തെ നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങൾ കൊടുക്കാറില്ല. മക്കള്, നിങ്ങളെന്ന് പറഞ്ഞാൽ നിന്നെ അല്ല ഞാൻ പറയണത്, മക്കള് പിന്നെ ആ പ്രാമുഖ്യത്തെ ഒരിക്കലും കൊടുക്കില്ല. ഏതൊരു അമ്മയ്ക്കും അച്ഛനും ആരും കൊടുക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്തൊക്കെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ സംഭവിച്ചാലും കൂടി എല്ലാ കാര്യങ്ങളും അമ്മയ്ക്കും അച്ഛനും അവർ സമ്മതിച്ചു കൊടുക്കില്ല. അങ്ങനെ ഞാൻ കണ്ടു. ഇത് ശരിക്കും ഓരോ കുടുംബത്തിലും നടന്നതുമാണ്, നടന്നുകൊണ്ടിരിക്കുന്നതുമാണ്. അങ്ങനെ ഒരമ്മയുടെ കഥ. ഒരു വീട്ടിൽ അമ്മ, അപ്പോൾ മരുമകളും മകനും ഒക്കെ അടങ്ങിയൊരു കുടുംബം, പേരക്കുട്ടികളും ഒക്കെ ആയിട്ടുള്ള കുടുംബമാണ്. അപ്പോൾ അവിടെ അമ്മയുണ്ട്. അപ്പം അമ്മ ചെറുപ്പം തൊട്ടേ ഈ മകൻ നല്ലത് പറയലും പറഞ്ഞു കൊടുക്കലും, ചീത്ത കണ്ടാൽ ചീത്തയാണെന്ന് പറയുന്ന ഒരു സ്വഭാവം അമ്മയ്ക്ക് പൊതുവേ ജന്മന ഉള്ളതാണല്ലോ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും അമ്മ അതിൽ നിന്നും മാറില്ല. അതുപോലെ മരുമകളോടും പറയും, ചിലത് കണ്ട മോളെ ഇത് ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയും. പക്ഷേ അന്ന് മരുമകൾക്ക് അത് ഇഷ്ടപ്പെടില്ല. അതുപോലെ മക്കൾക്കും. ഈ അമ്മയ്ക്ക് പ്രായമായില്ല. അമ്മ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കും. അവിടെ എന്തോ ചെയ്തോട്ടെ, അവളുടെ പാട്ടിന് അവളുടെ വീട് എന്ന് മകൻ പറയും. കാരണം ഒരു നീരസം തോന്നുന്നു അവർക്ക്. അതുപോലെ മരുമകൾ പറയും, അമ്മ ഒന്നും മിണ്ടാണ്ട് അവിടെ പോയി ഇരുന്നേ, എനിക്കറിയാം നിങ്ങളുടെ കാലമൊന്നും അല്ല ഇത്, ഞങ്ങളുടെ കാലമൊക്കെ മാറി, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേറെ രീതിയാണ് എന്ന് പറയും. അപ്പം അമ്മ പറയും, മോളെ എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യുമ്പോഴാണ് അത്. ഇപ്പോൾ നിന്റെ ഭർത്താവ്, എൻ്റെ മകൻ, ഞാൻ അവനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത്, ഇപ്പം അവന് വല്ല കുഴപ്പമുണ്ടോ? അതുപോലെ നീ നിന്റെ മക്കളെ ഇതുപോലെ വളർത്തണം, അങ്ങനെയൊക്കെ പറയും. അതുപോലെ ഒരു അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മോളെ ഇങ്ങനെ ചെയ്തേക്കാളും ഇങ്ങനെ ചെയ്താൽ മക്കളുടെ ആരോഗ്യത്തിന് അത് നല്ലതാണെന്ന് പറയും. അതുപോലെ നമ്മുടെ കടമയാണ് അവരുടെ, അല്ല അല്ലെങ്കിൽ ഇപ്പം അവർക്കത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അത് കേൾക്കുമ്പോൾ മരുമകൾക്ക് അത്രയ്ക്കെങ്കിലും ഇഷ്ടപ്പെടില്ല. ഈ അമ്മ എല്ലാത്തിനും അഭിപ്രായം പറയുന്നുള്ളൊരു അവർക്കൊരു വെറുപ്പ് തോന്നും. അമ്മയ്ക്ക് ഈ വയസ്സുകാലത്ത് എവിടെയെങ്കിലും പോയി ഒന്ന് ഒതുങ്ങിയിരുന്നൂടെ? എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ കൈകടത്താൻ വരുന്നത് എന്നുള്ളൊരു തോന്നൽ. അവരുടെ സ്വന്തമാണ്, മരുമകളും സ്വന്തമാണ്, ഈ പേരക്കുട്ടികളും അവരുടെ സ്വന്തമാണ്, മകനും സ്വന്തമാണ്. അപ്പം അവർക്ക് അവരുടേതായ ഒരു ലോകമാണ് ഇവർ. അപ്പം അവിടെ കാണുന്ന ചില കാര്യങ്ങളൊക്കെ അവർ തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയും, ശരിയാണെങ്കിൽ ശരിയെന്ന് പറയും. അങ്ങനെ എല്ലാത്തിനും അഭിപ്രായം പറയും. അങ്ങനെ അഭിപ്രായം പറയുന്ന സമയത്ത് അത് ഈ മകനാണെങ്കിലും മരുമകൾക്കാണെങ്കിലും, എന്നാൽ മരുമകളും മകനൊന്നും അവർ ദ്രോഹിക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും ഇവർ പറയുന്ന എല്ലാ കാര്യവും അംഗീകരിച്ചു കൊടുക്കില്ല. ഇവർക്കിപ്പോൾ അന്ന് അത്രയും വലിയ കാര്യമായിട്ട് അമ്മ പറയുന്നതെല്ലാം കാര്യമായി എടുക്കുന്ന മകന് പോലും ഇപ്പം നമ്മുടെ വാക്കിനോട് അത്ര ഇതില്ല. എന്നാലും അവർ ഈ പറയുന്നത് വിടില്ല. എന്താ പറയുക, മകനിപ്പോൾ അങ്ങനെ പറഞ്ഞാലും ഇവർ എന്ത് കണ്ടാലും ഒന്ന് പറയും, മോളെ ഇതെങ്ങനെ ചെയ്യരുത്, കുട്ടികൾക്ക് ഇത് കൊടുക്കരുത്, കുട്ടികൾക്ക് ഇന്ന സാധനം കൊടുക്കണം. പിന്നെ കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കും വന്നിട്ട് അടുക്കളയിൽ. അപ്പോൾ പറയും, അയ്യോ ഇങ്ങനെയൊക്കെ എണ്ണയിലൊക്കെ വറുത്ത പലഹാരം നിന്നാൽ മക്കളുടെ ആരോഗ്യം എന്താവും എന്ന് പറയും. പുറത്തുനിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുമ്പോൾ മക്കളുടെ ആരോഗ്യത്തിന് ഒരു കേടുമില്ല. പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന സാധനം നല്ല ശുദ്ധമായ എണ്ണ, ഞാൻ പറയും പോലെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കഴിക്കുമ്പോൾ മക്കളുടെ ആരോഗ്യത്തിന് കേട് എന്ന് പറയുമ്പോൾ ആ അമ്മയ്ക്കത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? ഈ അമ്മ എത്രയോ കാലങ്ങളായിട്ട് ഇതൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തിട്ടുള്ളതല്ലേ. അപ്പം അങ്ങനെ പല പല കാര്യങ്ങളും മുക്കിലും മൂലയിലും ഈ അമ്മ ഉണ്ടാവും. എവിടെയാണെങ്കിലും അതെന്താ അവിടെ എങ്ങനെ കിടക്കുന്നത്, അതെന്താ പറഞ്ഞിട്ട് അമ്മ ചെയ്യും. വെറുതെ ഇരിക്കില്ല, അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പം പറയും, അല്ല ഈ അമ്മയ്ക്കൊന്നും മിണ്ടാട്ടിരുന്നൂടെ, അവിടെ പോയിട്ട് അത് ചെയ്യുന്നു, ആൾക്കാരെന്ത് വിചാരിക്കും? അങ്ങനെയുള്ള തോന്നലുകൾ അവർക്ക്. അങ്ങനെ പല കാര്യങ്ങളിലും ഈ അമ്മ അങ്ങനെ നേരം എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ തമാശ പറയും, ചിലപ്പോൾ എങ്ങനെ പറയും. അങ്ങനെ ഈ അമ്മയെ കൊണ്ട് തോറ്റു. വയസ്സായ അടങ്ങി ഒരു ഭാഗത്ത് രാമനാമം പറഞ്ഞ് ഇരുന്നാൽ പോരെ അമ്മയ്ക്ക്. ഈ അമ്മ എന്തിനാണ് ഈ വീട് മുഴുവൻ നടന്നിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ മരുമകളും പിറുപിറുക്കും. മകനും വിചാരിക്കും എത്ര പറഞ്ഞാലും ഈ അമ്മയ്ക്ക് മനസ്സിലാവില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ കുറേ കഴിഞ്ഞ് ഇവർക്ക് എത്ര പ്രായം കൂടിയിട്ടുണ്ട്, എന്നാലും അവർക്ക് നടക്കാൻ കഴിയുന്ന കാലം വരെ അവരിങ്ങനെ തന്നെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ആരോഗ്യത്തിന് അത്ര ഇതായി. ഒരു ദിവസം എന്നാലും അവർ മെല്ലെ നീട്ട് വന്നിട്ട് അവർ ജീവനോടെ ഇരിക്കുന്ന കാലം വരെ അവരങ്ങനെയാണ്. ഒരു ദിവസം എണീക്കുന്നില്ല. അപ്പോൾ മുറിയിൽ വന്നിട്ട് മരുമകൾ നോക്കുകയാണ്, എന്താ അത്ര നേരമായിട്ടും അമ്മ നീട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ തണുത്ത് മരവിച്ച് കിടക്കുകയാണ്. അതുവരെ അവർ ഈ വീടിൻ്റെ മുക്കും മൂലയും ശ്രദ്ധിക്കും. അവർ മെല്ലെ നീട്ട് എല്ലാ സ്ഥലത്തും എത്തും.
അതുപോലെ എന്ത് കാര്യം കണ്ടാലും ഇനി മരുമകൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, മകൻ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, പേരക്കുട്ടികൾ എന്ത് പറഞ്ഞാലും അവർ പറയേണ്ട കാര്യങ്ങൾ പറയും, ചെയ്യേണ്ട കാര്യങ്ങൾ തന്റെ കടമ താൻ ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. അവസാനം അവർ ഈ ലോകത്തോട് യാത്രയായി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ ആ വീടിൽ ആകെ ഒരു മൂകത. കാരണം എവിടെ നോക്കിയാലും ഈ അമ്മയാണ് ഉണ്ടായിരുന്നത്. അപ്പോ തൊട്ടതിനും പിടിച്ചതിനൊക്കെ അഭിപ്രായം പറയാ, അത് ശരിയാണ്, ഇത് ശരിയല്ല, ഇത് ചെയ്തതിൽ സന്തോഷമായി, അത് ചെയ്തതിൽ ശരിയായില്ല എന്നൊക്കെ പറയാനാണെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യും, ഇത് അവൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് പറയും. അങ്ങനെ ഇത് പേരക്കുട്ടികൾക്കൊക്കെ എത്തി കൊടുത്താൽ മതി, ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെക്കും. ഒരാള് പോയപ്പോ ഒരുപാട് ആൾക്കാരുടെ ശൂന്യത ആ വീട്ടിൽ കണ്ടു. വീടൊക്കെ കണ്ടപ്പോൾ മരുമകൾക്ക് ആദ്യം സങ്കടം വന്നു. മരുമകള് മകനോട് പറയാ, അല്ല ഏട്ടാ, അമ്മയില്ലാത്ത ഈ വീട് ശൂന്യമായില്ലേ, നമുക്ക് അമ്മയുടെ വില മനസ്സിലായില്ല, ഇപ്പം എനിക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ട്. അപ്പം ആലോചിച്ച് നോക്കുക, ആർക്കാണെങ്കിലും കണ്ണിനോടാൻ പറ്റും. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ആ അമ്മ ഇല്ല എന്നുള്ള ഒരു എനിക്ക് മനസ്സിലായത് പറഞ്ഞ് അവർ കഥ പറയുമ്പോൾ അമ്മ എന്തിനാ വരുമ്പോഴും അല്ല. അപ്പോൾ അങ്ങനെ അത് പറയുന്ന സമയത്ത് ആ മരുമകൾ പൊട്ടിക്കരയും. അപ്പോഴാണ് മകനും ഉള്ളപ്പോൾ നമുക്ക് അതിന്റെ വില അറിഞ്ഞില്ല, ഇല്ലാണ്ടായപ്പോൾ നമുക്ക് എന്തൊക്കെയോ അമ്മയ്ക്ക് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ അമ്മയോട് സംസാരിക്കായിരുന്നു. അമ്മ കേൾക്കണ കാര്യങ്ങൾക്കൊക്കെ പറയണ കാര്യങ്ങളൊക്കെ വെറുതെ ഒന്ന് തലാട്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മ ഈ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ശല്യമായിട്ട് തോന്നുന്ന ആ ശബ്ദം ഒന്ന് കേൾക്കാൻ കൊതിക്കണു എന്നൊക്കെ മക്കൾക്ക് തോന്നിയിട്ടുണ്ടാവും. അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അംഗീകരിച്ചു കൊടുക്കായിരുന്നു. അമ്മയ്ക്ക് പ്രായമായില്ല, അമ്മ അവിടെ പോയി രാമനാമം ജപിച്ചിരുന്നൂടെ, എന്തിനാ അമ്മ അങ്ങനെ ഓടി? ഇത് പറയാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കൊരു സ്വാതന്ത്ര്യം കൊടുത്ത് അമ്മ പറയുന്നതൊക്കെ നമ്മൾ കേട്ട്, അമ്മ പറയുന്നത് ശരിയാണ് അമ്മ, അമ്മ പറയുന്നത് സത്യമാണ്, അമ്മ പറഞ്ഞ പോലെ ചെയ്യാമ്മ എന്നൊരു വാക്ക് ചെയ്തില്ലെങ്കിലും ആ വാക്ക് മതിയായിരുന്നു. അങ്ങനെ പറയായിരുന്നു. നമ്മളതൊക്കെ നഷ്ടപ്പെടുത്തിയല്ല ഏട്ടാന്ന് പറഞ്ഞാൽ ആദ്യം മരുമകൾ കറിയും പിന്നെ മകനും. അപ്പോഴാണ് ഞാൻ അമ്മയുടെ വില അവർക്ക് മനസ്സിലായത്. അപ്പോൾ ആ വീട് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിളക്കായിരുന്നു അമ്മ. അത് പോയി കഴിഞ്ഞപ്പോൾ ആ വീട് ഇരുട്ടായി. അതാണ് മനുഷ്യന്റെ ജീവിതം. എത്രയേ ഉള്ളൂ. ജീവനോടെ ഇരിക്കുമ്പോൾ അവരുടെ വില നമുക്ക് മനസ്സിലാവില്ല, അവരില്ലാണ്ടാവുമ്പോഴാണ് ആ വില നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞാൽ. പക്ഷെ ഒരിക്കലും ആ മകനോ മരുമകളുടെ ഓർത്തുണ്ടാവും ജീവിതത്തിൽ എന്തായിരുന്നു അമ്മയുടെ സാന്നിധ്യം എന്ന് ഓർക്കുമ്പോൾ അവർക്ക് സ്വയം പിടികിട്ടിയിട്ടുണ്ടാവും. എന്താ നമ്മുടെ വീട് എന്തോ ഒരു സന്തോഷത്തിലായിരുന്നല്ലോ, ഒന്നും ഇല്ലെങ്കിലും സന്തോഷം ഉണ്ടായിരുന്നു, ഇപ്പം എത്രത്തോളം ഉണ്ടെങ്കിലും ഈ സന്തോഷം ഇല്ലല്ലോ എന്ന് അവർക്ക് തോന്നുമ്പോൾ അവർക്ക് അന്ന് മനസ്സിലായിട്ടുണ്ടാവും നമ്മളറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ജീവൻ ഈ ഭൂമിയിലുണ്ടായിരുന്നു. ആ ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ശൂന്യതയാണ് ഈ വീട് നിറഞ്ഞിരിക്കണമെന്ന് അല്ലേ? അമ്മ ആ വീട് മുഴുവൻ ഓടി നടന്ന് ഓരോരോ കാര്യങ്ങളും ശ്രദ്ധിച്ച്, അയ്യോ അത് അങ്ങനെയല്ല മോളെ, അത് ഇങ്ങനെ ചെയ്യും, അത് അങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ അവർക്ക് അതന്ന് ഒരു നീരസമായി തോന്നിയെങ്കിലും അത് മാത്രമല്ല അവരില്ലാണ്ടായപ്പോൾ അതിന്റെ വില അവർക്ക് മനസ്സിലായി. ആ വലിയ ശൂന്യതയ്ക്ക് പിന്നാമ്പുറത്തൊരു സത്യം ഉണ്ട്, എന്തറിയോ? അവരറിയാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജീവൻ അവിടെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ കുടുംബം നന്നായിരിക്കണം. എന്ത് നൽകിയ അമ്മ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്തറിയോ? അമ്മ നൽകിയത് ഇത്ര മാത്രമാണ്, എന്തെന്നെ സംഭവിച്ചാലും എനിക്കെന്നെ എന്ത് സംഭവിച്ചാലും എൻ്റെ മക്കൾക്കൊന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കാൻ ഈ ഭൂമിയിൽ ഒരു ജീവൻ ഉണ്ടെങ്കിൽ ആ ജീവൻ്റെ പേര് അമ്മയായതുകൊണ്ട് അന്ന് ആ നിമിഷം വരെ അവർക്ക് എന്തൊക്കെ വന്നാലും ഈ പറയില്ലേ ചിരുകി തട്ടിപ്പോയി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒന്നും സംഭവിക്കാണ്ട് കഷ്ടതയും കടന്നു കിടക്കാനൊരു ശക്തി വീട്ടിലുണ്ടെങ്കിൽ ആ ശക്തിയുടെ പേരാണ് അമ്മ അല്ലേ? അവർ പോയപ്പോൾ ആ വീട്ടിൻ്റെ ആ ശൂന്യത, എന്തുണ്ടെങ്കിലും ഒരു തൃപ്തിക്കുറവ് ഒക്കെ അവർക്ക് തോന്നി തുടങ്ങിയത് എന്തിനാണ്? ഒന്നും നൽകാതെ തന്നെ ഒരുപാട് സ്നേഹിക്കാൻ ഒരു ആത്മാവ് അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഇതന്നെയാണ് ഞാൻ മരത്തിൻ്റെ ഉപമ നൽകിയത്. കാരണം ഈ മരം എത്രത്തോളം സഞ്ചരിക്കണു, മരത്തിൻ്റെ പേര് അല്ലേ? മരം നിന്നവിടെ നിൽക്കണു, നിന്നവിടെ നിന്ന് ആ മരത്തിന് വേണ്ടതെല്ലാം നൽകുമ്പോൾ മരം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ കാണുന്ന സൗന്ദര്യവും ഭംഗിയും തണലും കായും പൂവും ഒക്കെ ഉള്ളത് ആ മരത്തിൻ്റെ കൊമ്പകളിലല്ലേ? ഈ കൊമ്പകളിൽ നിന്ന് എനിക്കെന്തെങ്കിലും കിട്ടുന്നതിൻ്റെ പ്രതീക്ഷയും കൊണ്ടാണോ വേരുകൾ ഇത് ചെയ്യണത്? അല്ല. ഇതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയും സത്യവും. മനസ്സിലായില്ലേ? ഈ സത്യത്തെ മറികടക്കാൻ ഇതുവരെ ഒരു സത്യം വേറെ ജനിച്ചിട്ടില്ല. അത് എല്ലാ അമ്മേനെ സ്നേഹിക്കുന്നവരും അമ്മ വിട്ടുപോയി അമ്മയുടെ ഓർമ്മയിൽ ജീവിക്കുന്നവരും അമ്മേനെ വെറുത്തവരും കേൾക്കാൻ ഇടവന്ന ഒരു വട്ടമെങ്കിലും എൻ്റെ അമ്മയെന്ന് പറഞ്ഞൊരു ഫോൺ വിളിച്ചിട്ടുണ്ടാവും. അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഈ ലോകത്ത് ഒരു അമ്മയും യഥാർത്ഥമായ അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയുന്ന ഒരു അമ്മയും ഒരു സ്വാർത്ഥതയുടെ പേരിൽ ഒരു മക്കളെ സ്നേഹിക്കില്ല. നിസ്വാർത്ഥമായ ഒരു സ്നേഹം ഈ ഭൂമിയിലുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ഒരു പേര് ഭഗവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേരാണ് അമ്മ.
ഇപ്പൊ കണ്ടില്ലേ, അവർക്കത് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മ അവിടെ ഉണ്ടായിരുന്നത് ഒരു വിളക്കായിരുന്നു, ഇപ്പൊ വീട് ഒരു ശൂന്യമായി തീർന്നു എന്ന് അവർക്ക് മനസ്സിലായി. അതേ ആ അമ്മ ഉള്ള സമയത്ത് മനസ്സിലാക്കി. അമ്മ ഈ 2 തുള്ളി കണ്ണ് നമ്മുടെ കണ്ണീർ നമ്മുടെ കണ്ണെന്ന് വരാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മ കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന ആ സമയത്ത് സംസാരം തുടങ്ങി നിർത്തില്ല. എന്ന് വെച്ചാൽ ഈ അമ്മേനെ കൊണ്ട് ഞാൻ തോറ്റു, മൂടി 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 എനിക്ക് മതിയായി എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. കാരണം അടുക്കളയിൽ വന്ന് ഇരിക്കും അമ്മമ്മ. അപ്പം അമ്മ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ശ്രദ്ധ തെറ്റെന്ന് പറഞ്ഞിട്ട് മൂടി 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 അമ്മക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മുടെ മൂടലൊന്ന് നിന്നപ്പോൾ വേഗം ദേഷ്യം വന്നിട്ട് അത് ശരി ഞാൻ പറഞ്ഞിവിടെ ശ്രദ്ധിക്കില്ല എന്നിട്ട് ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോവും. ഈ കഥ പറയുമ്പോൾ അമ്മയ്ക്ക് ആ ഒരു രംഗം അമ്മയ്ക്ക് ഓർമ്മ വന്നു അല്ലേ, നമ്മുടെ അമ്മേനെ അമ്മയ്ക്ക് ഓർമ്മ വന്നു. ശരിയാണോ? ഭയങ്കര ബുദ്ധിയല്ലേ എൻ്റെ. എപ്പോഴും അമ്മ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ മൂടി മൂടി അവസാനം എന്റെ മുകളിലൊന്നും മെല്ലെ ആകുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരും. അത് ശരി, ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നും പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കാവൂ ദേഷ്യപ്പെട്ടിട്ട്. അപ്പൊ ഞാൻ പിന്നെ പോയി നോക്കുമ്പോൾ മുഖം വീട്ടിട്ട് അവിടെ ഇരിക്കില്ല. അമ്മ എന്തമ്മ ഒന്നുമില്ല അപ്പോ അങ്ങനെ. അപ്പൊ അത് നമുക്ക് ഓർമ്മ വരും. കാരണം എന്താ അവരുള്ളത് കൊണ്ടാണ് അങ്ങനെ, ഇല്ലാണ്ടാവുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാവുന്നത്. ഓരോ അമ്മമാരും പറയാനൊരാളില്ലല്ലോ എന്നുള്ള വേദന അപ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് വീടുകളിൽ അമ്മേനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ അമ്മ പറയണത്. അപ്പോൾ അതിന് വേറൊന്നും ഞാൻ പറഞ്ഞത് ശരിയായിട്ടില്ല. അപ്പോൾ ഒരു വാക്ക് മാത്രം പറയാം. എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന എല്ലാ ഐശ്വര്യത്തിൻ്റെ പിന്നാമ്പുറത്തെന്ന് വെച്ചാൽ നമുക്ക് ഐശ്വര്യം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ആപത്ത് വന്നുകൊണ്ടിരിക്കുക. അതൊന്നൊക്കെ ഒരു തട നമുക്ക് വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അറിയാത്ത ഒരു പ്രാർത്ഥന നമ്മുടെ പിന്നാമ്പുറത്തുണ്ടെങ്കിൽ അവരുള്ളപ്പോൾ മാത്രമല്ല കേട്ടോ, അവരുടെ ആത്മാവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ആ നിമിഷം പോലും ആത്മാവ് പോലും നമ്മളെ സംരക്ഷിക്കുന്ന പറയുക. അതൊരു പ്രപഞ്ച സത്യമാണ് അല്ലേ. അപ്പം അതുപോലെ എല്ലാ അമ്മമാർക്കും ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഈ ഞാൻ പറഞ്ഞത് ഇത് കഥയല്ല കേട്ടോ, ഒരു ജീവിത സത്യമാണ്, ജീവിതത്തിൽ നടന്ന ഒരു സത്യമാണ്, അല്ലാണ്ട് ഇത് കഥയല്ല, കഥയായിട്ട് പറഞ്ഞതല്ല, ഒരു ജീവിതത്തിൽ നടന്ന കാര്യമാണ്. അതുകൊണ്ടാണ് എനിക്കത് പറയുമ്പോഴും ഒരു സങ്കടം. ശരി. അപ്പം അങ്ങനെയാണ് നമുക്ക് ആ സമയത്തൊക്കെ അതൊരു ശല്യമായിട്ട് തോന്നും. ആ ശല്യം ഇല്ലാണ്ടാവുമ്പോൾ ജീവിതം തന്നെ ഒരു ശൂന്യതയായിട്ട് തോന്നും അല്ലേ. അപ്പോൾ കറിയായി ഇത്രയേ ഉള്ളൂ ഈ കറി. ഇതാ ഒരു സിമ്പിൾ കറി, കടലക്കറി. നമ്മൾ കടലക്കറിയൊക്കെ വെക്കുമല്ലോ വറുത്തരച്ചൊക്കെ, അതിലൊരു ചെറിയൊരു വ്യത്യാസത്തിൽ ഇപ്പം എന്താ പറയുക, നമ്മളെല്ലാവരും കടലക്കറിയൊക്കെ വെക്കും, വറുത്തരച്ചുള്ള കടലക്കറിയൊക്കെ വെക്കാറുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസത്തിൽ ഒരു മാറ്റം അത്രേ ഉള്ളൂ. ചിലർ വെക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ മാറ്റം അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ കടലക്കറി ഒരു ഓംലെറ്റ് മാത്രമാണ്. അപ്പോൾ ബുദ്ധിമുട്ട് പിടിച്ച് മണ്ണിൻ്റെ അടിയിൽ കൂടെ പോയി നിങ്ങൾക്ക് വേണ്ട സത്തൊക്കെ നേടിക്കൊണ്ടുവന്ന വേര് പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട എല്ലാ സത്തുകളും നൽകി നമ്മളാക്കിയ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഈ ചെറിയ വീഡിയോ, കാരണം എല്ലാ വീഡിയോകളും നമ്മൾ പറയാറുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇതിൽ ഈ അച്ഛനമ്മനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ പറയാമെന്ന് തോന്നുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവാം, പക്ഷേ എന്തായാലും പറഞ്ഞുകൊണ്ടേ ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഞാൻ പറയും, അല്ലെങ്കിൽ എൻ്റെ അമ്മ പറയും അല്ലേ. കാരണം അത്രയും അച്ഛനെയും അമ്മയും നിങ്ങൾ സ്നേഹിക്കുന്ന വേണം. എൻ്റെ കുടുംബാംഗങ്ങൾ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു ജീവിതം ഒരിക്കലും നമുക്ക് ഒരു സന്തോഷം നൽകില്ല. അതുകൊണ്ട് എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും അച്ഛനും അമ്മയെ സ്നേഹിക്കുന്ന വേണം, മനസ്സിലായോ. അച്ഛനും അമ്മയും അവരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടം. അവരെ നമ്മൾ ഒരിക്കലും നമ്മൾ ഈ ലോകത്തിലേക്ക് വരാൻ കാരണമായവർ, നമ്മളെ ഉയർച്ചയിൽ എത്തിച്ചവർ, അവരെ മറന്ന് നമുക്കൊരു ജീവിതം ഉണ്ടാവും. അങ്ങനെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ ആ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും സ്വന്തം അച്ഛനും അമ്മയും ഒരിക്കലും വെറുക്കരുത്, അവരെ സ്നേഹിക്കുക തന്നെ വേണം. ഇതാണ് ഇന്നത്തെ കറി. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ മന്ത്രങ്ങളും നമ്മൾ ജപിക്കുന്നതിനൊപ്പം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരു മന്ത്രം എന്നും ജപിക്കുക. ഓരോ ശ്വാസം എടുക്കുമ്പോഴും ഈ ശ്വാസം തരാൻ കാരണക്കാരായ ആ ശ്വാസമെടുപ്പിൻ്റെ ഉടമകളായ അവരെ എന്നും മനസ്സിലോർത്തുകൊണ്ട് സ്നേഹത്തോടു കൂടി എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു അല്ലേ. അപ്പോൾ ഇത് കഴിക്കാൻ വിളിക്കുന്നില്ലേ? അപ്പോൾ നിങ്ങൾ കഴിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഇതും തൈരും പിന്നെന്താണ് ഓംലെറ്റും തരാം കേട്ടോ.